ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന, ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെ ആ പോരാട്ടത്തിൻ്റെ മറുവശത്തുള്ളത് സിറ്റിംഗ് MLA കൂടിയായ H. സലാമാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഈ ഇലക്ഷൻ ബസ്സിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ സലാം, ഇപ്പം ഞങ്ങൾ G. സുധാകരനെ കണ്ടിട്ടാണ് വരുന്നത്. ഒറ്റക്കെട്ടായി ഒന്നിച്ചു പോയിരുന്നവർ രണ്ട് വശത്ത് നിന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രത്യേകതയുണ്ട്. കേരളം മുഴുവൻ ഈ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ ഈ മണ്ഡലത്തിലെ പോരാട്ടം ചർച്ചയാവുന്നുമുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ? കേരളം ശ്രദ്ധിക്കുന്ന ഒരു മത്സരമായി അമ്പലപ്പുഴ മാറിയത് രാഷ്ട്രീയ ഔന്നത്യം കൊണ്ടല്ല, രാഷ്ട്രീയമായൊരു നിറവില്ലായ്മ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് അമ്പലപ്പുഴ മാറിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് അമ്പലപ്പുഴയിലെ ജനങ്ങളത് നന്നായി മനസ്സിലാക്കും. കാരണം ഈ മണ്ണിൻ്റെ പ്രത്യേകത SRCP-യുടെ ചോറ്റുപട്ടാളത്തോട് ഏറ്റുമുട്ടിയ നേർക്കുനേരെ വെടിവെപ്പുണ്ടായ സമരഭൂമി പുന്നപ്ര പടിഞ്ഞാറാണ്, കടപ്പുറത്താണ്. നൂറുകണക്കിന് രക്തസാക്ഷികളെ, ആ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്ത ആളുകളെ, ജീവനുള്ളവരെയും ജീവനില്ലാത്തവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ച വലിയ ചുടുകാട് ഈ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. സഖാവ് P. കൃഷ്ണപിള്ളയും സഖാവ് VS-ഉം സഖാവ് PK ചന്ദ്രാനന്ദനും സഖാവ് TV തോമസും സഖാവ് ഗൗരിയമ്മ, സഖാവ് NS ഉൾപ്പെടെയുള്ള എല്ലാ സമാരാധ്യരായ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയാണ് വലിയ ചുടുകാട്. അതുപോലെ തന്നെ മിച്ചഭൂമി സമരത്തിൻ്റെ അറവുവാട് പ്രഖ്യാപനം നടന്ന അറവുവാട് ക്ഷേത്ര ഭൂമി ഈ അമ്പലപ്പുഴയിലാണ്. മിച്ചഭൂമി സമരത്തിൻ്റെ ഭാഗമായി, ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായ ധാരാളം സമരകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ്. അങ്ങനെയെല്ലാം ഒരു മഹാചരിത്ര പാരമ്പര്യം പേറുന്നൊരു മണ്ണ്, രാഷ്ട്രീയമായൊരു ശ്രേഷ്ഠതയുള്ള മണ്ണാണ്. ഒരിക്കലും രാഷ്ട്രീയമായ ആ ശ്രേഷ്ഠത ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാതെ ഈ നാട് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നൊരു മണ്ണും ജനങ്ങളും സ്വാഭാവികമായും അത്തരമൊരു പാരമ്പര്യമുള്ള ആ രാഷ്ട്രീയ സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും അരുതാത്ത ഒരു നിറവില്ലായ്മ ഉണ്ടായപ്പോൾ ആ നിറവില്ലായ്മയോട് നിശ്ചയമായും ഈ മണ്ണിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നത് മാർക്സിസ്റ്റായ G. സുധാകരനാണ്. അദ്ദേഹം തന്നെ പറയുന്നത് എത്രയോ വർഷം ഞാൻ ഇവിടുത്തെ പാർട്ടിക്കാർക്ക് പാർട്ടി ക്ലാസ് എടുത്തിട്ടുള്ള ആളാണെന്നാണ്. ഒരുപക്ഷെ H. സലാമിനെ തന്നെ മാർക്സിസം പഠിപ്പിച്ചിട്ടുള്ള G. സുധാകരൻ ഈ മണ്ണിൽ എതിരാളിയായി നിൽക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഞങ്ങളാരും അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ആരും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നേക്കാൾ ഒരുപാട് മുതിർന്നയാളാണ്. അഭിലാഷ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം അതുപോലെ കൊണ്ടു നടന്നയാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ 2 പ്രാവശ്യം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അദ്ദേഹം പഠിച്ചതും പഠിപ്പിച്ചതും എല്ലാം വൃഥാവിലായി പോയി എന്ന ഒരു അനുഭവമല്ലേ അദ്ദേഹത്തിന് നിലപാട് കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഒരു മാസം മുമ്പ് വരെ അദ്ദേഹം എടുത്ത നിലപാട്, അതിനുശേഷം 1 മാസം കഴിഞ്ഞ് മാറ്റം സംഭവിക്കുമ്പോൾ എന്ത് രാഷ്ട്രീയ കാരണം, എന്തെങ്കിലും രാഷ്ട്രീയ കാരണം അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ കടന്നാക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ നടത്തിയ ഒരു പദപ്രയോഗമുണ്ട്, ചെറ്റത്തരം എന്ന പദപ്രയോഗം. ഇന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിവൈകാരികമായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. എൻ്റെ അച്ഛൻ എനിക്കിട്ട പേര് സുധാകരൻ എന്നുള്ളതാണ്. ആ അച്ഛൻ്റെ പേര് കൂടി ചേർത്താണ് ഞാൻ G. സുധാകരനായത്. ആ പേര് മാറ്റി വേറൊരു പേര് വിളിക്കാൻ മുഖ്യമന്ത്രിക്കാരാണ് അധികാരം നൽകിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വയോധികനായ ഒരു നേതാവിനെ കുറിച്ച്, ഇത്രയും കാലം സഖാവായിരുന്ന ഒരു നേതാവിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വേണമായിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ഞാൻ അതിലേക്ക് കടന്ന് വർത്തമാനം പറയാതിരിക്കുന്നതായിരിക്കും ഭംഗി. സ്വാഭാവികമായിട്ടും പിണറായി സാവും ഇനിയിപ്പോൾ ക്യാമ്പയിനിലേക്ക് ഇറങ്ങുകയാണല്ലോ. അപ്പം അങ്ങനെയെല്ലാം ഉണ്ടായ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഉയർന്നു വന്ന സന്ദർഭങ്ങളോ ഒക്കെ സ്വാഭാവികം ഇനിയും വിശദീകരിക്കപ്പെടും, കേരളത്തിൽ വിശദീകരിക്കപ്പെടുമല്ലോ. അതിൽ ഞാൻ പറയുന്നൊരു കാര്യം, സുഹാർ സാവ് അദ്ദേഹം ഇപ്പോഴും ഇത്രയും പാരമ്പര്യം പറയുന്ന ഒരാൾ ഇത്രയും കാലം നിന്ന ഒരിടത്തുനിന്ന് മാറിയതിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? അദ്ദേഹം പറയുന്ന അദ്ദേഹം ഇങ്ങോട്ട് മാറിയിട്ടില്ല. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവർ തണലൊരുക്കുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ? അദ്ദേഹം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം വിമർശിച്ചിരുന്ന UDF-ന്റെ പാളയത്തിൽ പോയി UDF-ന്റെ വോട്ട് മേടിച്ച് ഇത്തിരി BJP വോട്ട് കിട്ടിയെങ്കിൽ അതും കൂടെ നോക്കി ജയിക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ഒരാൾ ഞാൻ മാറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇനി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, ഒരു കമ്മ്യൂണിസ്റ്റും അല്ല. അതെങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അല്ല, അദ്ദേഹം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണെന്നാണ്. അദ്ദേഹം ആലപ്പുഴയിലെ സലാം അടക്കമുള്ള മറുഭാഗത്തുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്നാണ്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അദ്ദേഹം അതേ ഓരോ സമയത്ത് ഓരോ വ്യാഖ്യാനങ്ങൾ. ഞാൻ ചോദിക്കുന്നത് 2 തവണ
അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊന്നും ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനലല്ല. അദ്ദേഹം മാറി സ്വാഭാവികമായിട്ടും അദ്ദേഹം 7 പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ചു. 8ാം പ്രാവശ്യം മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചില്ല, പകരം എന്നെ നിശ്ചയിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ചിട്ട് പാർട്ടി പൊതുവായി തീരുമാനിക്കുന്ന കാര്യമാണ്. എന്നെ തീരുമാനിച്ചു, ഞാൻ സ്ഥാനാർത്ഥിയായി. അങ്ങനെ മത്സരിക്കുന്നതിന് ശേഷമല്ലേ ഈ പറഞ്ഞ പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന് പുതിയ നിഘണ്ടു വെച്ചിട്ട് അദ്ദേഹം വർത്തമാനം പറയുന്നത്. ഞാൻ അദ്ദേഹത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ പറയാത്ത എനിക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ പലതരത്തിലേക്കുള്ള സ്വഭാവ സവിശേഷതയ്ക്ക് നല്ലവണ്ണം എനിക്കറിയാം. ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന വേർഡിനേക്കാളും ഇത്തിരി കൂടെ കട്ടിയുള്ള വാക്ക് പറയാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഒരു ആ തരത്തിലേക്കൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ ചിലത് പറഞ്ഞാൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പകുതി ദൂരം ഓടിക്കിടക്കാം. ചിലത് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ആക്രമിക്കുന്ന പോലെ പറയാൻ ഞാൻ തീരുമാനിക്കില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇലക്ഷൻ പോളിംഗ് കഴിയും വരെ ഞാൻ എന്തായാലും പറയുന്ന പ്രശ്നമില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ പറയും. പോളിംഗ് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ചിലപ്പോൾ പറയും. അതൊരു മര്യാദ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സംസ്കാരം. ഒരു വശത്തുനിന്ന് മാത്രമാണ് അപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന, അല്ലെങ്കിൽ എന്നെ ഒറ്റതിരിഞ്ഞ് ഇങ്ങനെ ആക്രമിക്കുന്നു, ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന എന്നെ അധിക്ഷേപിക്കുന്നു, അങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുന്നില്ലെങ്കിൽ ജനങ്ങൾ ഒരുപക്ഷെ ഒരു സൈഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അമ്പലപ്പുഴയിലെ ജനങ്ങൾ അദ്ദേഹത്തെയും അറിയാം, ഞാൻ ജൂനിയറാണ്, എന്നെയും അറിയാം. അദ്ദേഹത്തെ 2 രാഷ്ട്രീയ ഇലക്ഷൻ സെക്രട്ടറിയായിട്ട് അദ്ദേഹം ജയിപ്പിക്കാൻ കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രവർത്തനം കണ്ടവരാണ്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തനം ആരംഭിച്ചതാണ്. ഞാൻ SFI, DYFI, CPIM 3ൻ്റെയും ഏരിയ സെക്രട്ടറി ആയിട്ട് അമ്പലപ്പുഴയിൽ തന്നെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിതക്കാരൻ, എൻ്റെ രാഷ്ട്രീയ ജീവിതം മൊത്തം ഇടത്തിൽ അമ്പലപ്പുഴയിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചപ്പോൾ എന്നെ കീഴ്പ്പെടുത്താൻ ഗൂഢാലോചന ധാരാളം ഉണ്ടായി. അതിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാം, മുൻപ് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എന്നെ ഒന്ന് ചാപ്പ് കുത്താൻ ശ്രമിച്ചു. അമ്പലപ്പുഴക്കാർക്ക് അത് വിശ്വസിക്കാനാവില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ആ ചാപ്പ കുത്തലിന് അദ്ദേഹവും നേതൃത്വം നൽകിയോ? അദ്ദേഹത്തിന് നിർദ്ദേശാനുസരണമാണ് ചില ആളുകളെ പോസ്റ്റ് ഒട്ടിച്ചു. അത് ഒട്ടിച്ചവർ തന്നെ വന്നു പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം. അങ്ങനെ അതിൻ്റെ ഉദ്ദേശം, SDPI ബന്ധം ആരോപിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? അത് എന്നെ പരാജയപ്പെടുത്താനാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എപ്പോഴും, ഇപ്പോൾ LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ഞാൻ ഇലക്ഷൻ സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, പൊളിറ്റിക്കൽ കാൽക്കുലേഷനേക്കാൾ എപ്പോഴും കമ്മ്യൂണൽ കാൽക്കുലേഷൻ ചെയ്യുന്ന ഒരാളാണ്. ഇലക്ഷൻ സ്ട്രാറ്റജി വർഗീയമല്ല ഞാൻ പറഞ്ഞു. കമ്മ്യൂണൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വർഗീയമല്ല, സാമുദായികമായ ഘടനയും കണക്കും വെച്ചാണ് അദ്ദേഹം എപ്പോഴും നീങ്ങാറുള്ളത്. നമ്മൾ രാഷ്ട്രീയമായ കണക്ക് വെച്ചിട്ട് സ്റ്റെപ്പ് നീക്കുന്നതിനേക്കാൾ കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും ഈ പറഞ്ഞ കാര്യത്തിനാണ്. അവിടെ എത്ര നായർ വോട്ടുണ്ട്, ഇവിടെ എത്ര ഈഴ വോട്ടുണ്ട്, ഇവിടെ എത്ര മുസ്ലിം വോട്ടുണ്ട്, ഇവിടെ എത്ര SC വോട്ടുണ്ട്, ഇങ്ങനെ നോക്കിയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അമ്പലപ്പുഴയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു ചാപ്പ് കുത്തിയാൽ ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണത്തിലേക്ക് നടക്കുമെന്നുള്ള സാധ്യത അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം അതങ്ങനെ സംഭവിക്കാനോട്. അതിന് കൃത്യമായ തെളിവുകളുണ്ട് സലാമിന്റെ കയ്യിൽ. അദ്ദേഹം ഈ ചാപ്പ ഒട്ടിക്കാൻ വിട്ട 2 പയ്യന്മാർ വന്ന് എന്നോടും പാർട്ടി ലീഡർഷിപ്പിനോടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചിലവ് ഞാൻ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അന്വേഷിച്ചു, ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ടായി. പക്ഷേ അങ്ങനെ ഗൗരവപൂർണ്ണമായ നടപടികളൊന്നും ജി സുധാകരനെതിരെ ഉണ്ടായിട്ടില്ല. ഇത്രയും, അതായത് സ്വന്തം സ്ഥാനാർത്ഥിയെ, ഇലക്ഷൻ സെക്രട്ടറി ആയിരുന്ന ആളെ വർഗീയ ചാപ്പ കുത്താൻ പരിശ്രമിച്ച ഒരാൾക്കെതിരെ അങ്ങനെയാണെങ്കിൽ ആ നടപടി എടുത്താൽ മതിയായിരുന്നോ പാർട്ടി? അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞൊരു കാര്യം, അങ്ങനെ വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം മുന്നിൽ നിന്നില്ല. അന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അതാണ് പറഞ്ഞേക്കുന്നൊരു കാര്യം. എല്ലാം വളരെ മൈൽഡായിട്ടാണ് അതിനകത്ത് പറഞ്ഞത്. അത് മൈൽഡായി പറയുമ്പോൾ പരമാവധി മയത്തോടെ തന്നെയാണ് പാർട്ടി സുധാകരൻ ഇനിയിപ്പോൾ എതിരെ ആരോപണം വന്നാലും കൈകാര്യം ചെയ്തിരുന്നത്. അതങ്ങനെയാണ് കാണേണ്ടത്. കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞ അത്രയും പാരമ്പര്യ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കൂടി അധ്വാനം ആലപ്പുഴയിലെ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്, കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അദ്ദേഹം രക്തസാക്ഷി ഭുവനേശ്വരൻ്റെ സഹോദരനാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വിമർശനമൊക്കെ ഉള്ളത് പറയുമ്പോഴും ആ പരിഗണന എപ്പോഴും പാർട്ടി കൊടുക്കണം. ഇപ്പോഴും ഞാൻ ഉൾപ്പെടെ അങ്ങനെ നിശ്ചയമായിട്ടും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് അവസാന ഭാഗത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സേവനത്തെ പരിഗണിച്ചു, സ്ഥാനാർത്ഥി ജയിച്ചു എന്ന കാരണത്താലും നടപടി ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ
ഉയർന്ന നടപടിക്ക് അർഹതയുണ്ടായിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാർട്ടി അങ്ങനെയാണ് പാർട്ടി പൊതുവെ തീരുമാനിക്കപ്പെട്ടത്. അങ്ങനെയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഭുവനേശ്വരൻ്റെ പേര് ഉപയോഗിക്കുന്നുണ്ട് പാർട്ടി, പക്ഷേ പന്തളത്തൊരു പട്ടി ചത്താലെന്ന് ആക്ഷേപിച്ച ആളുകളാണ് പിന്നെ ഇപ്പോൾ ഭുവനേശ്വരൻ്റെ നാമം ഉപയോഗിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാകുമെന്നാണ്. അതിന് ഒരുപാട് കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം പക്ഷേ അതെങ്കിലും അദ്ദേഹം ഇപ്പോൾ UDF ഭാഗത്തേക്ക് പോയി മത്സരിച്ച് ജയിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും അദ്ദേഹം ഒരു കാര്യം ചെയ്യരുതായിരുന്നു. ഭുവനേശ്വരൻ്റെ കൊലപാതകത്തെ തള്ളി പറയാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ SFIയിലൂടെ വന്നവരാണ്. ഭുവനേശ്വരൻ മുദ്രാവാക്യം വിളിച്ചു വരും, ഭുവനേശ്വരൻ്റെ പാട്ടും പാടി ക്യാമ്പസിൽ നടന്നവരാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഏതോ നായർ ഗുണ്ടകളാണ് എന്നെങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. എന്നെ മാത്രമല്ല, കേട്ട മുഴുവൻ പേരെ അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. എങ്ങനെ പറയാൻ പറ്റുന്നു? ശരി, എസ്സലാമാണ് അമ്പലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി എസ്സലാമാണ് മാതൃഭൂമി ന്യൂസ് ഇലക്ഷൻ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകൾ, പ്രത്യേകിച്ചും G സുധാകരനുമായിട്ടുള്ള ഇഷ്യൂസിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് അറിയിക്കുന്നത്.